50 വയസ്സ് 60 വയസ്സുള്ള ഒരാൾക്ക് ഡബ് ചെയ്യാൻ എൻ്റെ വോയിസ് മാച്ചല്ല എന്ന് പറഞ്ഞിട്ട് പലയിടത്തുനിന്നും ഡബ് ചെയ്യുമ്പോൾ എത്രയോ പടങ്ങൾ ഒരുപാട് സ്ക്രീൻ ചെയ്തിട്ടൊക്കെ എടുത്തതുണ്ട്. എനിക്ക് തൊണ്ടയിൽ നിന്ന് ചോര വരെ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന ഒരു അനുഗ്രഹം. ഓരോരുത്തർക്കും ഓരോരോ ഐഡൻറ്റിറ്റി വോയിസ് ഉണ്ടല്ലോ. അത് നമ്മൾ ആരെന്ത് ചെയ്താലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സെൻസിറ്റീവാണ് നമ്മുടെ ത്രോട്ട്. അപ്പോൾ അങ്ങനെ വേണ്ടാതെ സ്ക്രീം ചെയ്ത് അവർ വീട്ടിൽ വല്ലാതെ യെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ട് വോയിസ് വളരെ മോശമായ നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് നല്ല നല്ല ക്യാരക്ടേഴ്സ് പിന്നീട് ചെയ്യാൻ പറ്റാതെ വോയിസ് ക്രാക്ക് കാരണം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും വന്നിട്ട് ഇങ്ങനെ ഇത് വോയിസസ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. ശരിക്കും അങ്ങനെ അത് കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് പണിയാവും. ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു നടത്തമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, എന്തൊരു ജാടയാ പയ്യന്, ചെറിയ ഇന്ന് വന്ന പയ്യന് എന്തൊരു ജാടയാണ്. എനിക്ക് ബേബിജീനെ കണ്ടപ്പോൾ അറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആ സംഭവം ഒന്നും കണ്ടിട്ടുമില്ല. നമ്മളൊക്കെ ഇരിക്കുന്നുണ്ടോ, എന്നാൽ ഇങ്ങോട്ടൊന്നും നോക്കുക പോലും ഇല്ല. നോക്കിയാലേ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റും. അവൻ്റെ ആ ജാടയല്ല, നമ്മളെ ആരെയും പരിചയമില്ല. അത് കാരണം പിന്നെ അങ്ങനെ ഒരു റിസർവ്ഡ് ആയിട്ട് പോവുമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. അതിനുശേഷം ഇപ്പോൾ കാണുമ്പോൾ വരെ നല്ലൊരു സ്നേഹത്തിൽ ഒരു സ്വന്തം മോനെ പോലെയുള്ളൊരു പരിചയമാണ് ഇപ്പോൾ കാണിക്കുന്നതും. നല്ല പെരുമാറ്റമാണ്. എല്ലാ റോളും ചാലഞ്ചിങ് ആണ്. കാരണം ഇപ്പോൾ ഗോപിക, ശാലിനി ഇവരൊക്കെ ഭയങ്കര സ്പീഡാണ്. നമുക്ക് പോലും മനസ്സിലാവില്ല അവരെന്താ പറയുന്നതെന്ന്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഡബ് ചെയ്യുമ്പോൾ വളരെ സ്ഫുടത വേണം, ക്ലാരിറ്റിയിൽ തന്നെ ഡബ് ചെയ്യണം, ലാസ്റ്റ് വേർഡ് വരെ കേൾക്കണം. നോട്ട്ബുക്കിൽ ഡബ് ചെയ്യുമ്പം റോമ പഠിച്ചിട്ടാണ് ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞത്. മലയാളം അറിയാത്ത കുട്ടിയാണ്, അത് നന്നായി പഠിച്ച് ആ കുട്ടി റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് പറയേണ്ട സീക്വൻസസൊക്കെ ആ കുട്ടി പറഞ്ഞുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ലെജിബിളായിട്ട് അതിൻ്റെ പേസ് അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പീഡിൽ പറയേണ്ട ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഹറീനെസ് ഒക്കെ കാണിക്കണമെങ്കിൽ വളരെ സ്ലോയിൽ പറഞ്ഞ ഹറിനെസ് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽറ്റിയേ ഉള്ളൂ. അല്ലാതെ റോമാസ് എക്സലൻറ്റ്, ഷീസ് വെരി ബ്രില്യൻ്റ് ആക്ട്രസ്. ഞാൻ 6 ലാംഗ്വേജിൽ ഫീച്ചർ ഫിലിംസ് ഡബ് ചെയ്തിട്ടുണ്ട്. ബംഗാളി അടക്കം 7 ലാംഗ്വേജ്. അത് ആഡ്സ് ആണ് ബംഗാളി അടക്കം ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഷയിലും നമ്മൾ സങ്കടമാണെങ്കിൽ ഒരേ തന്നെയാണ്, സന്തോഷമാണെങ്കിൽ ഒരേ ഇമോഷനാണ്. അതിന് ലാംഗ്വേജ് ഇല്ല. പിന്നെ ഇടയ്ക്ക് ഡബ്ബിങ് ഫിലിംസ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഈ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക്, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ഇങ്ങനെയുള്ള വേർഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഡബ്ബിങ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര തൃപ്തിയുള്ള സംഭവം. കാരണം ഒരുപാട് പേർക്ക് നമുക്ക് ഡബ്ബിങ് ക്ലാസ്സിൽ പോകുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. കാരണം ഞങ്ങളൊക്കെ വന്നപ്പോൾ സീനിയേഴ്സിനെയൊക്കെ കണ്ട് കോമ്പിനേഷനിൽ ഡബ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിംഗിളായിട്ട് വന്ന് അവർ പിന്നെ ഡബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് പറയുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നു. എന്താണ് ശരിയെന്ന് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് നമ്മുടെ ഒപ്പം ഉള്ളത് ശ്രീജ രവി മാമാണ്. ഹായ് മാം. ഹായ്, നമസ്കാരം. അപ്പോൾ മോഹിനിയാട്ടം ഇന്ന് റിലീസായിരുന്നു. ഇപ്പോൾ തിയേറ്ററുകളിലെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മാമിന് ഇപ്പോൾ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇന്നാണ് ഫസ്റ്റ് ഷോ കണ്ടത്. ക്രൂ എല്ലാവരും കൂടെയാണ് കണ്ടത്. അപ്പോൾ ഡബ്ബിങ് സമയത്തോ അല്ലെങ്കിൽ ആക്ടിങ് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ റീ റെക്കോർഡിങ് എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ നല്ല എഡിറ്റുമായിരുന്നു. എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ ജനങ്ങളുടെ റിയാക്ഷൻസും ചിരിയും കയ്യടിയും ബഹളമൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. വലിയ വലിയ ഡയറക്ടേഴ്സ് വരെ പറയുന്നുണ്ട് സിനിമ കണ്ട് കുറേ നേരം ഇരുന്ന് ചിരിച്ചു എന്നൊക്കെ. അതെ. എങ്ങനെയാണ് ഭരതനാട്യം എന്നുള്ള മൂവിയിലെ സ്ക്രിപ്റ്റിലേക്ക് ആ ഒരു ഇതിലേക്ക് എത്തിയത്? അത് എങ്ങനെയാണ് എത്തിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡയറക്ടർ സൈഡിൽ നിന്ന് വെളി വന്നതാണ്. അപ്പോൾ അവർ ആ ഒരു രുക്മിണിയുടെ ക്യാരക്ടറിന് വേണ്ടി വേറെ ആരെയോ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഞാൻ പിന്നീട് അറിഞ്ഞത്. അപ്പോൾ അതിനുള്ള അവർക്ക് എന്തോ ഡേറ്റ് ഇഷ്യൂസോ ആർട്ടിസ്റ്റ് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. ഡേറ്റ് ഇഷ്യൂസോ എന്തോ ഉണ്ടായപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവരാലോചിച്ചപ്പോൾ എന്നെ ഓക്കെ ആണെന്ന് തോന്നി. അപ്പോൾ അവർക്ക് പാവത്താനായിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു വേണ്ടിയിരുന്നത്. സോ അവർക്ക് അത് ഓക്കെ ആയിട്ട് തോന്നി.
അങ്ങനെയാണ് ഡയറക്ടർ എന്നെ വിളിക്കുന്നതും കഥ പറഞ്ഞു തരുന്നതും. പിന്നെ സാംസൺ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, പുള്ളിയായിരുന്നു അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എനിക്ക് ആ സ്ക്രിപ്റ്റ് നറേഷൻ തന്നത്. ഓക്കെ, സിനിമയുടെ സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ബേബി ജീനുമായിട്ടൊരു കോംബോ സീനൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അതായത് സത്യം പറഞ്ഞാൽ ബേബി ജീൻ എന്ന് പറയുന്ന ആ റാപ്പ് സിംഗർ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ദുബായിൽ എൻ്റെ ബ്രദറും അവരുടെ മക്കളൊക്കെ അറിയുന്ന, അവരെല്ലാവരും ഒരുപാട് അഡ്മയർ ചെയ്യുകയും അഡോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബേബി ജീൻ എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. എനിക്ക് ബേബി ജീനെ കണ്ടപ്പോൾ അറിയേയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ആ സംഭവം ഒന്നും കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഇപ്പോൾ കലാരഞ്ജനി ചേച്ചി ആയിക്കോട്ടെ, ഇപ്പോൾ സായേട്ടനുള്ള സമയത്ത് ഭരതനാട്യം സമയത്താണെങ്കിലും സൈജു കുറുപ്പ് പ്രൊഡ്യൂസറും കൂടിയാണ്, ബാക്കി എല്ലാവരും ആ 2 ട്വിൻസ്, ദിവ്യ, ശ്രുതി, എല്ലാവരും, അബി, ജഗദീഷ് ചേട്ടനൊക്കെ എനിക്ക് മുൻപേ പരിചയമുണ്ട്, സുരാജിനൊക്കെ അറിയാം, വിനയ് ഫോർട്ടിന് എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ആദ്യം തന്നെ സംസാരിച്ചത്. ബേബി ജെയിൻ മാത്രം ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു നടത്തമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളൊക്കെ ഇരിക്കുന്നുണ്ടോ, എന്നാൽ ഇങ്ങോട്ടൊന്ന് നോക്കുക പോലുമില്ല, നോക്കിയാലേ നമുക്കൊന്ന് ചിരിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊരു ജാടയാണ് ഈ പയ്യൻ, ആരാണ് ഇനി. പിന്നെ അപ്പം നമ്മളിങ്ങനെ എല്ലാവരും സംസാരിച്ചപ്പോൾ ഈ കുട്ടി മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചെറിയ ചെറിയ ഏതോ 1-2 അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ചു എന്തിനപ്പം ഇത്രയും ജാട ഇടുന്നത്. അതുമല്ല കലാരഞ്ജനി ചേച്ചിയെ പോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് അവിടെ ഇരിക്കുമ്പോൾ അവളൊന്ന് നോക്കുകയും ചെയ്യില്ല. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് എങ്ങോട്ടോ നോക്കുന്ന പോലെ നമുക്ക് അറിയുന്നില്ല. അപ്പോൾ പുള്ളി അങ്ങനെ മൈൻഡില്ലാതെ പോവും വരും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, എന്തൊരു ജാടയാ പയ്യന്, ഇന്ന് വന്ന പയ്യന് എന്തൊരു ജാടയെന്നൊക്കെ ഞങ്ങളിങ്ങനെ തമാശ ആക്കുമായിരുന്നേ. പിന്നെ ഒരു കോമ്പിനേഷൻ സീൻ, എല്ലാവരും കൂടെ ഒരു കിണറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളിങ്ങനെ ഒരു ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് പിന്നെ ആകാശഗംഗയിൽ പൊട്ടിച്ചിരി പോലെ ഞാൻ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ അവരെ പേടിപ്പിക്കുന്ന പോലെയൊക്കെ ഒരു ഫൺ ഒരു ഗ്യാപ്പിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബേബി ജീൻ എന്നെ ശ്രദ്ധിച്ചത്. അപ്പം എന്നോട് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവരൊക്കെ പറഞ്ഞത് ശ്രീ ചേച്ചി ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, കാവ്യയ്ക്ക്, ശാലിനിക്ക്, റോമയ്ക്ക് ഇങ്ങനെയൊക്കെ ഡബ് ചെയ്ത ആളാണെന്ന് പറഞ്ഞപ്പോഴാണ് ബേബിക്ക് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞു, ഓ അത് ശരി, എനിക്കിപ്പോഴല്ലേ മനസ്സിലായത് എന്ന് പറഞ്ഞ് അന്നോട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഇപ്പോൾ കണ്ടാൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവൻ്റെ ആ ജാടയല്ല, നമ്മളെ ആരെയും പരിചയമില്ല, അത് കാരണം പിന്നെ അങ്ങനെ ഒരു റിസർവ്ഡ് ആയിട്ട് പോവുമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. അതിനുശേഷം ഇപ്പോൾ കാണുമ്പോൾ വരെ നല്ലൊരു സ്നേഹത്തിൽ ഒരു സ്വന്തം മോനെ പോലെയുള്ളൊരു പരിചയമാണ് ഇപ്പോൾ കാണിക്കുന്നതും നല്ല പെരുമാറ്റമാണിപ്പോൾ. ഈ ഡബിങ്ങിൽ നിന്ന് സിനിമയിലേക്ക് ഒരു ആക്ടിങ്ങിലേക്ക് എത്തിയപ്പോൾ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെ മുമ്പിലാണ് നമ്മൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത്. അപ്പോൾ നമുക്ക് പരിമിതിയുണ്ട്. ആ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. ആ ഒരു ഡയഫ്രം കറക്റ്റ് കീപ്പപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ഇമോഷനാണെങ്കിലും, ഓടി വരുന്നതാണെങ്കിലും, പിന്നെ താഴെ വീഴുന്നതാണെങ്കിലും, നിലവിളിക്കുന്നതാണെങ്കിലും എല്ലാം നമ്മൾ ആ ഒരു ലിമിറ്റേഷനിലേ നമുക്ക് പെർഫോം ചെയ്തിട്ട് വോയിസിൽ അത് കൊണ്ടുവരേണ്ട ഒരു ചാലഞ്ചാണ്. പക്ഷെ അഭിനയിക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പ്രസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. കാരണം കൂടെ ഇപ്പം ഞാൻ പറയുമ്പം മോള് റിയാക്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അതുപോലെ ഈ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കുമ്പം ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോട്ട് ആദ്യം എടുക്കുമല്ലോ, ഒരു സീനിൻ്റെ ഒരു സംഭവം. അപ്പോൾ തന്നെ നമുക്കെല്ലാം ഒരു വിധത്തിൽ മനസ്സിലാവും. ആര് പറഞ്ഞതിന് ശേഷം ആര് പറയുന്നു, ഈ ഡയലോഗ് അവർ പറയുമ്പോൾ നമ്മൾ എവിടെ നോക്കണം, എന്ത് ചെയ്യണം, എല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കംഫർട്ടബിളാണ് നമുക്ക് റിയാക്ട് ചെയ്യാനും. ഇത് പറയുമ്പോൾ ഇന്നതാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനുശേഷം പിന്നെ ക്ലോസ് എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ നോക്കിയിട്ട് ചെയ്യുമ്പോഴും അവിടെയും ഒരു സജഷനിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. മറ്റേത് നമ്മൾ ആ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ ക്യാരക്ടർ, പിന്നെ എല്ലാ ഇമോഷൻസും നമ്മളങ്ങനെ വരുത്തണം. കൂടെ അഭിനയിക്കുന്ന ആൾ അപ്പം തന്നെ സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് നമ്മൾ പൈലറ്റ് ട്രാക്ക് ആ ഓപ്പോസിറ്റ് പറഞ്ഞ ആൾ അയാളുടെ റിയാക്ഷൻസ് മനസ്സിലാക്കണമെങ്കിൽ അത് ഹെഡ്ഫോൺ വെച്ചിട്ട് നമ്മൾ പൈലറ്റ് ട്രാക്ക് കേട്ടിട്ടാണ് റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഡബിൾ മെൻ്റൽ സ്ട്രെയിനാണത്. അവർ പറയുന്നതും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഇമോഷനും നമ്മൾ കറക്റ്റായിരിക്കണം.
അപ്പോൾ നമ്മൾ ഡബ്ബിങ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി പല മോഡുലേഷൻ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും. അത്രയും കോൺഷ്യസ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് മാം പല ലാംഗ്വേജുകൾ നമ്മൾ മലയാളം ആകുമ്പോൾ നമ്മൾ കുറേ കൂടെ കംഫർട്ടബിൾ ആണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആകുമ്പോൾ അത്രയും കോൺഷ്യസ് ആയിട്ട് എങ്ങനെയാണ് മാമിന് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ 6 ലാംഗ്വേജിൽ ഫീച്ചർ ഫിലിംസ് ഡബ് ചെയ്തിട്ടുണ്ട്. ബംഗാളി അടക്കം 7 ലാംഗ്വേജ്. അത് ആഡ്സ് ആണ് ബംഗാളി അടക്കം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 6 എണ്ണം ചെയ്യുമ്പോഴും മലയാളം തമിഴ് എനിക്ക് കംഫർട്ടബിളാണ്. കാരണം മലയാളം എൻ്റെ മദർ ടങ്. തമിഴിൽ ഞാൻ 1972 തൊട്ട് ചെന്നൈയിലായതുകൊണ്ട് തമിഴ് അറിയാം. തെലുഗു, കന്നഡ, ഹിന്ദി, സംസ്കൃതം ചെയ്തപ്പോൾ അതിനെല്ലാം എനിക്ക് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തരാനും എങ്ങനെ എവിടെ അതിൻ്റെ ഒരു എല്ലാ ലാംഗ്വേജിനും ഒരു ട്യൂണിങ് ഉണ്ടല്ലോ, ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അപ്പോൾ അത് എവിടെ സ്ട്രെസ് ചെയ്യണം, എവിടെ ഗ്യാപ്പ് ഇടണം, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ ആ ലാംഗ്വേജ് ഇങ്ങനെയാണ് പോകുന്നതെന്നുള്ളൊരു ഫ്ലോ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇമോഷൻ ഇസ് ദ സെയിം. എല്ലാ ഭാഷയിലും നമ്മൾ സങ്കടമാണെങ്കിൽ ഒരേ ഇത് തന്നെയാണ്, സന്തോഷമാണെങ്കിൽ ഒരേ ഇമോഷനാണ്. അതിന് ലാംഗ്വേജ് ഇല്ല. ബാക്കി ഇമോഷൻസിനൊന്നും ലാംഗ്വേജ് ഇല്ല. അപ്പോൾ അത് അങ്ങനെ അവരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തത്. മാമിന് ഇനി മുന്നോട്ട് ഈ പാവം അമ്മ എന്നുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് വിട്ടിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ മാമിന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല, പക്ഷെ കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ട്. ഞാനിപ്പോൾ രാജു ചന്ദ്ര എന്ന് പറഞ്ഞൊരു ഡയറക്റ്റ് ചെയ്ത ഒരു തമിഴ് ഫിലിം ഉണ്ടായിരുന്നു, പിറന്തനാൾ വാഴ്ത്തുക്കൾ. അതിൽ ഒരു സന്യാസിനിയെ പോലെ ഈ അമ്മയല്ല, സാധാരണ ഒരു അമ്മയെപ്പോലെ ഒരു എന്താ പറയുക, ഒരു ഷർട്ടും ലുങ്കിയും ഒക്കെ ഇട്ട് ഒരു സന്യാസി വേഷം പോലെ തോന്നും. പക്ഷെ ഒരു വട്ടാണെന്ന് തോന്നാം, ഒരു ഭിക്ഷക്കാരിയാണെന്ന് തോന്നാം. അങ്ങനെയുള്ള ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഔട്ട്ലുക്കുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു. അത് എനിക്ക് ചെയ്യാൻ ഇഷ്ടം തോന്നി. കാരണം ആ കഥ കേട്ടപ്പോൾ അത് ശരിക്കും ഒരു മെയിലിന് വെച്ചിരുന്ന റോളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ അഭിനയിക്കുന്ന ആ റോളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് വേണ്ടുന്ന ഒരു തക്കതായ ഒരാളെ കിട്ടിയിട്ടില്ല ചേച്ചി ചെയ്യുമോ അതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് പക്ഷേ മെയിലല്ലേ, അല്ല ഞാനത് ഫീമെയിലാക്കാം എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഫീമെയിൽ ക്യാരക്ടറായിട്ടാണ് ഞാനത് ചെയ്തത്. അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ടാലൻറ്റ്, എനിക്കുള്ള ഈ ഒരു ചെറിയ ടാലൻറ്റ് എക്സ്പ്ലോർ ചെയ്ത് അത് ടാപ്പ് ചെയ്യാനുള്ള ഡയറക്ടേഴ്സിൻ്റെ കൈ കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ ഏത് റോളും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ്. ഡബിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ്? റോമയുടെ ക്യാരക്ടറിന് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടി ഒന്നുമില്ല. അതായത് റോമയുടെ ഫസ്റ്റ് പടം നോട്ട്ബുക്കിൽ ഡബ് ചെയ്യുമ്പം റോമ പഠിച്ചിട്ടാണ് ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞത്. ഒരു മലയാളം അറിയാത്ത കുട്ടിയാണ്, അത് നന്നായി പഠിച്ച് ആ കുട്ടി റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് പറയേണ്ട സീക്വൻസസൊക്കെ ആ കുട്ടി പറഞ്ഞുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ലെജിബിളായിട്ട് അതിൻ്റെ പേസ് അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പീഡിൽ പറയേണ്ട ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഹറീനെസ് ഒക്കെ കാണിക്കണമെങ്കിൽ വളരെ സ്ലോയിൽ പറഞ്ഞ ഹറീനെസ് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽറ്റിയേ ഉള്ളൂ. അല്ലാതെ റോമാസ് എക്സലൻറ്റ്, ഷീസ് വെരി ബ്രില്യൻ്റ് ആക്ട്രസ്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ആരുടെ ആയിരുന്നു? എല്ലാ റോളും ചാലഞ്ചിങ് ആണ്. കാരണം ഇപ്പോൾ ഗോപിക, ശാലിനി, ഇവരൊക്കെ ഭയങ്കര സ്പീഡാണ്. നമുക്ക് പോലും മനസ്സിലാവില്ല അവരെന്താ പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഡബ് ചെയ്യുമ്പോൾ വളരെ സ്ഫുടത വേണം, ക്ലാരിറ്റിയിൽ തന്നെ ഡബ് ചെയ്യണം, ലാസ്റ്റ് വേർഡ് വരെ കേൾക്കണം. അപ്പോൾ ഇന്ന് ചില പടങ്ങൾ നമ്മൾ കാണുമ്പോൾ 2 പ്രാവശ്യം കണ്ടാലേ പടം എന്താ ഡയലോഗെന്ന് മനസ്സിലാവും. കാരണം അത്രയും സ്പീഡിൽ നാച്ചുറലായിട്ടുള്ള സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണ്, അത്രയ്ക്കും സ്പീഡിലാണ് ആർട്ടിസ്റ്റുകൾ പറയുന്നത്. ഇന്ന് അത്ര ക്ലാരിറ്റി മതി, അത് ഇന്നതാണെന്നുള്ളത് അവർക്ക് രജിസ്റ്റർ ആവുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഈ 80s 90s അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവരെ സ്പീഡിന് നമ്മൾ ഇമോഷനും നോക്കണം, ലിപ്സിങ്ക് നോക്കണം, പിന്നെ ആ എക്സ്പ്രഷൻ എല്ലാം നമ്മൾ ബോഡി ലാംഗ്വേജ് നോക്കണം, എല്ലാം നോക്കി അങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിക്കും ഒരു ചാലഞ്ചാണ്. പിന്നെ ഭാഷ അറിയാത്ത നടിമാർ അഭിനയിക്കുമ്പം അവരുടെ പേസസ് കറക്റ്റായിരിക്കില്ല. അവർ പോസ് ചെയ്യുന്നത് അസ്ഥാനത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ത് വിചാരിക്കും, 1 more പോകാതെ ടേക്ക് സമയത്ത് 1 more or 2 പോവാതെ ഡബ്ബിങ് സമയത്ത് നമുക്ക് നോക്കാം, അത് ഡബ്ബിങ്ങിൽ കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു ധാരണയിൽ അങ്ങ് വിടും. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ പെടുക.
അപ്പോൾ ആ ഒരു അസ്ഥാനത്തുള്ള ഒരു പോസ് അങ്ങനെ തോന്നിക്കാത്ത രീതിയിൽ നമ്മൾ ഡബ് ചെയ്ത് അതൊരു ശരിക്കും നാച്ചുറലായിട്ട് ആ ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു മലയാളം പോലെയോ അല്ല പറഞ്ഞ ഒരു തമിഴ് പോലെയോ നമ്മൾ ആക്കി കൊണ്ടുവരുമ്പോൾ അത് ഇച്ചിരി ചാലഞ്ചിങ് ആണ്. ഈ സൗണ്ടും സ്ലാങ്ങും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാം എന്തൊക്കെയാണ് ചെയ്യുന്നത്? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇത് സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന ഒരു അനുഗ്രഹം. ഓരോരുത്തർക്കും ഓരോരോ ഐഡൻറ്റിറ്റി വോയിസ് ഉണ്ടല്ലോ. അത് നമ്മൾ ആരെന്ത് ചെയ്താലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ വെറുതെ സ്ക്രീം ചെയ്തൊക്കെ സംസാരിക്കില്ല ചില ആൾക്കാർ. അങ്ങനെയൊക്കെ എൻ്റെ ഒരു പരിചയത്തിൽ ഒരു കുട്ടിക്കൊക്കെ വോയിസ് ഇവിടെ വളരെ സെൻസിറ്റീവാണ് നമ്മുടെ ത്രോട്ട്. അപ്പോൾ അങ്ങനെ വേണ്ടാതെ സ്ക്രീം ചെയ്ത് അവർ വീട്ടിൽ വല്ലാതെ യെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ട് വോയിസ് വളരെ മോശമായ നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് നല്ല നല്ല ക്യാരക്ടേഴ്സ് പിന്നീട് ചെയ്യാൻ പറ്റാതെ വോയിസ് ക്രാക്ക് കാരണം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ വോയിസ് വോക്കൽ കോഡ്സ് ആവശ്യത്തിന് നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും നമ്മൾ സ്ക്രീം ചെയ്യുമോ. നമ്മളിപ്പോൾ ഡബ് ചെയ്യുമ്പോൾ എത്രയോ പടങ്ങൾ ഒരുപാട് സ്ക്രീം ചെയ്തിട്ടൊക്കെ എടുത്തതുണ്ട്. എനിക്ക് തൊണ്ടയിൽ നിന്ന് ചോര വരെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് അത് നമ്മൾ പ്രൊഫഷന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ എന്തായാലും അങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1 or 2 days നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ചുമ വരും. അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഫുഡിലോ എനിക്ക് ഐസ്ക്രീം കഴിച്ചാൽ ഇത് വരും എന്നൊക്കെ കോൾഡ് വരും എന്നൊക്കെ ചിലർ പറയും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഐസ്ക്രീം ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതെനിക്ക് 1, 2, 3 സ്കൂപ്പാണെങ്കിലും ഞാൻ നല്ലോണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ വോയിസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ചെയ്യാൻ എനിക്കൊന്നും അങ്ങനെ അറിയില്ല. സിംഗേഴ്സിന് പിന്നെ ഒരു സോങ് കഴിഞ്ഞ് അല്ലെങ്കിൽ അവർ ഭയങ്കര ഹൈ പിച്ചിലൊക്കെ പാടിക്കഴിഞ്ഞാൽ അവർ ഒരു ദിവസം 2 ദിവസം വോയിസ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒന്നും ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് പറ്റില്ല. കാരണം നമ്മൾ ഒരു പടം ഒരു ദിവസം കൊണ്ട് തീർക്കുമല്ലോ, 1.5 ദിവസം കൊണ്ട് തീർത്താൽ അടുത്ത പടം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ നാച്ചുറൽ കോൾഡ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച 10 ദിവസം ഡെഫിനറ്റ്ലി നമുക്ക് വോയിസ് പ്രോബ്ലം ആയിരിക്കും. അത് എല്ലാവർക്കും വരുന്ന പോലെ ഒരു ഇതാണ്. എന്ത് തന്നെ നമ്മൾ മരുന്ന് കഴിച്ചാലും ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ആവി പിടിച്ചാലും കോൾഡ് വന്നാൽ അത് മാത്രം ആ സമയം മാത്രമേ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുള്ളൂ. മാമിന് മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? നമ്മൾ ആഗ്രഹം എന്ന് പറയാനൊന്നുമില്ല. കാരണം ദൈവം ഇപ്പം എനിക്ക് 61 പൂർത്തിയായി. ഈ 61 വയസ്സിലിടയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പടങ്ങൾ ഡബ് ചെയ്യാൻ പറ്റുന്നോ, ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നോ, ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ച് വരുന്നതല്ല. ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഉള്ളിടത്തോളം എനിക്ക് ജോലി ചെയ്യണം. അത് ഡബ്ബിംഗ് ആണോ അല്ലെങ്കിൽ ആക്ടിങ് ആണോ, ഇത് രണ്ടും നമ്മുടെ പ്രൊഫഷൻ തന്നെയാണ്. അപ്പോൾ അതുപോലെ അവസാനം വരെ എനിക്ക് ജോലി ഇതിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇടയ്ക്ക് ഡബ്ബിംഗ് ഫിലിംസ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഈ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക്, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ഇങ്ങനെയുള്ള വേർഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഡബ്ബിംഗ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര തൃപ്തിയുള്ള സംഭവമാണ്. കാരണം ഒരുപാട് പേർക്ക് നമുക്ക് ഡബ്ബിംഗ് ക്ലാസ്സിൽ പോകുന്ന പോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അധിക പേർക്കും ഇന്ന് എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെ. കാരണം പുതിയ ആൾക്കാർക്ക്, കാരണം ഞങ്ങളൊക്കെ വന്നപ്പോൾ സീനിയേഴ്സിനെയൊക്കെ കണ്ട് കോമ്പിനേഷനിൽ ഡബ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിംഗിളായിട്ട് വന്ന് അവർ പിന്നെ ഡബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് പറയുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നു. എന്താണ് ശരിയെന്ന് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത് ഡബ്ബിംഗ് ഡയറക്ഷനിൽ എനിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റാറുണ്ട്. എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ഡബ്ബിംഗ് ഡയറക്ഷൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനി ഡബ്ബിംഗ് ഇപ്പോൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇപ്പോൾ പുതിയ തലമുറ വന്നു. പിന്നെ എല്ലാ ആർട്ടിസ്റ്റും അവർ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. ഇന്ന് ചെറിയ റോൾസ് ചെയ്യുന്ന ആൾക്കാർ പോലും അവർ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ കാറ്റഗറിയിൽ എനിക്കിപ്പോൾ വളരെ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് വേണമെന്ന് തോന്നുന്ന പോലെ ഉണ്ടെങ്കിലേ എനിക്ക് വർക്ക് വരാറുള്ളൂ. ഇപ്പോൾ ED എന്ന് പറഞ്ഞ ഒരു പടം വിനയ പ്രസാദിന് ചെയ്തു. അതും കുറേ ആരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ വിളി വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഇനി റെയറായിട്ട് ഡബ്ബിങ്ങിലുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു 50 വയസ്സ് 60 വയസ്സുള്ള ഒരാൾക്ക് ഡബ് ചെയ്യാൻ എൻ്റെ വോയിസ് മാച്ചല്ല എന്ന് പറഞ്ഞിട്ട് പലയിടത്തുനിന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ അറിയാം, എനിക്ക് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല ഒരു 60 വയസ്സുള്ള ഒരാൾക്ക്. ഇപ്പം എനിക്ക് 60 വയസ്സാണെങ്കിൽ പോലും
ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് ഇപ്പോഴാണ് ജനങ്ങളിൽ ഞാൻ കുറച്ച് 1-2 പടങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പം അംഗീകരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ഭയങ്കര നെഗറ്റീവായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഫിഗർ കണ്ടതിന് ശേഷം ഇവരായിരുന്നു കാവ്യയ്ക്കും ശാലിനിക്കും ഡബ് ചെയ്തതെന്നുള്ള കുറച്ച് സോഷ്യൽ മീഡിയ വഴി അങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് കുറച്ച് ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ എൻ്റെ വോയിസും അവർക്കൊന്നും സൂട്ടബിൾ അല്ലാന്നേ പറയൂ. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാം ഡബ്ബിംഗ് മേഖലയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണത്. പക്ഷെ അങ്ങനെ വരുന്നില്ല ഇപ്പം. കമ്പാരിറ്റീവ്ലി മാമിന് ഡബ്ബിംഗ് ആണോ അതോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം, ആക്ടിങ് ആണോ? അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഡബ്ബിങ് എൻ്റെ എന്താ പറയുക പാർട്ട് ഓഫ് ദ ലൈഫ് എന്ന് പറഞ്ഞ പോലെ 50 years കഴിഞ്ഞു ഞാൻ ഡബ്ബിംഗ് ഫീൽഡിൽ വന്നിട്ട്. അപ്പോൾ അതെനിക്ക് ഏറ്റവും പ്രയോറിറ്റി അതിനുണ്ട്, ഏറ്റവും ഇഷ്ടം അതാണ്. പിന്നെ ഇപ്പോൾ ആക്ടിങ്ങിൽ വന്നതിന് ശേഷം ഐ എം ജസ്റ്റ് ആക്ച്വലി എൻജോയിങ് ഇറ്റ്. ഭയങ്കര ഒരു പുതിയ ഒരു സംഭവമാണെങ്കിലും നമുക്കിപ്പോൾ ആരും അറിയാത്ത ആൾക്കാരുടെ ഒരു ഗ്യാങ്ങിൽ പോയി പെടുകയാണെങ്കിൽ നമ്മൾ മേ ബി ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എന്നെ അധികം പേർക്ക് ഇപ്പോൾ അറിയുന്നുണ്ട്, മേ ബി ത്രൂ സോഷ്യൽ മീഡിയ. താങ്ക്സ് ടു ദാറ്റ് കൂടുതൽ പേർക്കും ഞാൻ വർക്ക് ചെയ്യാത്ത ഡയറക്ടേഴ്സിനാണെങ്കിലും അവർക്ക് അറിയാം. അപ്പോൾ കൂടുതൽ എന്നോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട്. അപ്പോൾ സോ ഐ ഫീൽ കംഫർട്ടബിൾ ഇൻ ദ യൂണിറ്റ്. കംഫർട്ടബിലിറ്റി ആണല്ലോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഒരു ടാലൻറ്റ് പുറത്തു കൊണ്ടുവരാൻ കുറച്ചുകൂടെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുക. അപ്പോൾ അങ്ങനെ ഐ എം ഹാപ്പി. രണ്ടും എനിക്ക് ഈക്വലി ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. കണ്ടുകൊണ്ടേൻ സിനിമയ്ക്കകത്ത് ഒരു ചെറിയ റോൾ ഉണ്ടായിരുന്നല്ലോ. ആൻഡ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് അത്. ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടാണ്. ഐ സ്റ്റിൽ റിമെമ്പർ. അതിനകത്തൊരു ഗ്രീൻ ചുരിദാർ ഇട്ടിട്ടാണ് വരുന്നത്. ആണോ? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതിലൊരു ഗ്രീൻ ചുരിദാർ ഇട്ടിട്ടല്ലേ ഇതുപോലത്തെ ഒരു പിങ്ക് തബുവിന്റെ കൂടെ ഉള്ള ഒരു സീനല്ലേ? അതെ, അത് ഇതുപോലത്തെ ആണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചെക്ക് ചെയ്തോ, കുഴപ്പമില്ല ഏതാണെങ്കിലും. ഓക്കെ. അതിൽ അപ്പോൾ അത്രയും ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അതൊരു ബ്രേക്കിന് ശേഷമുള്ള ഒരു കുട്ടിക്കാലത്ത് ബേബി ആർട്ടിസ്റ്റായിട്ട് ഒരു 8-10 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഫുൾ ഡബ്ബിങ്ങിൽ ബിസി ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഒരു സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കും, വേറൊരു ഫിലിം ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജീവ് മേനോൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. അപ്പോൾ ആക്ച്വലി രാജീവ് മേനോൻ്റെ ഓഫീസിൽ അവരുടെ സ്റ്റുഡിയോയിൽ ആഡ്സ് എടുക്കുമ്പോൾ പുള്ളി ആഡ്സിലായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ആ സമയത്തൊക്കെ ഫേമസ് ആയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ആഡ്സും, അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി വരെ പുള്ളിയുടെ ആഡ്സിൽ ഒരു മലയാളത്തിൽ ഒന്ന് അവർക്ക് ക്ലയൻറ്റിന് ഓക്കെ ആയെങ്കിൽ അതേ വോയിസ് വെച്ച് തന്നെ അവരെല്ലാ ഭാഷയും വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ സ്റ്റുഡിയോ ആയിട്ടും അവരുമായിട്ടൊക്കെ നല്ല കണക്ഷനിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഷൂട്ട് നടക്കുമായിരുന്നു എവിടെയോ. പെട്ടെന്ന് കോൾ വന്നു. പിന്നെ ശ്രീജ അർജൻറ്റായിട്ടൊന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു, രാജീവ് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കും നമ്മൾ അടുപ്പമുള്ളത് കൊണ്ട് ഏതാണെന്നൊന്നും കൂടുതൽ ചോദിക്കാൻ തന്നില്ല. ഞാനും പിന്നെ ഉടനെ പോയപ്പോൾ പറഞ്ഞു ഒരു ആർട്ടിസ്റ്റ് രഘുവരൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു, തബ്ബു ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു മോഡലായിരുന്നു ആദ്യം ആ റോൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഒരു ഗർഭിണിയെ പോലെ ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ക്യാരക്ടറിന് അവർ ചിരിച്ച് വേറൊരു രീതിയിലാണ് വരുന്നത്. അത് കാരണം ഈ റോള് കുറച്ചുകൂടെ ജസ്റ്റിഫിക്കേഷൻ വേണം, ഒരു ഗർഭിണിയായിട്ടുള്ള ഫീല് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെട്ടെന്ന് എന്നെ ഓർത്തത്. അപ്പോൾ ശ്രീജ അതൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തലയണ എന്തൊക്കെയോ എടുത്ത് പാച്ച് ചെയ്ത് ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്തതാണ്, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അങ്ങനെ. അപ്പോൾ തബ്ബുവിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പേടിയെന്ന് വെച്ചാൽ ഒരു ഹിന്ദിയിൽ വലിയ ആർട്ടിസ്റ്റ് അല്ലേ, പിന്നെ ഇങ്ങനെയുള്ളൊരു ആ ഒരു റോളായതുകൊണ്ട് പിന്നെ അവർക്ക് ഭാഷയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചു ഓക്കെ അത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നു വെച്ച്. ഇപ്പോൾ AI ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ AI വന്നത് നമ്മുടെ ഡബ്ബിംഗ് മേഖലയിലോ അങ്ങനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നതായിട്ട് മാമിന് തോന്നിയിട്ടുണ്ടോ? ഒരു ചാലഞ്ച് പോലെ? ശരിക്കും AI വന്നിട്ട് ഇങ്ങനെ ഇത് വോയിസസ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. ശരിക്കും അങ്ങനെ അത് കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് പണിയാവും. എന്തുമാത്രം അതിന് അങ്ങനെ AI ചെയ്യുന്നതിൽ അവർക്ക്
പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്, മൂഡും ആ ഇമോഷനൊക്കെ എക്സാക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അങ്ങനെ ഞാൻ പടം കണ്ടിട്ട് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടോ അങ്ങനെ എ ഐ ചെയ്ത ഏതെങ്കിലും അല്ല പടം? ഇപ്പൊ AI ഒരുപാട് സൗണ്ടുകൾ നമുക്ക് അങ്ങനെയുണ്ട്. വേണ്ടിയിട്ട് അല്ല, ഒരു ചെയ്യുന്നുണ്ട്. ഫുൾ ഫ്ലെഡ്ജ് പടത്തിന് അല്ല അങ്ങനെ പടത്തിന് ചെയ്ത് വേണ്ടിയിട്ടല്ല, പൊതുവേ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ആ അതൊരു ചാലഞ്ച് ആവുന്നില്ലേ? ചലഞ്ച് ത്രെട്ട് തന്നെയാണത്. കാരണം അങ്ങനെ ഇപ്പോൾ എല്ലാ ഹീറോയിൻ്റെ വോയിസസൊക്കെ നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് ഇങ്ങനെ ഈ എ ഐ വെച്ച് ചെയ്ത് തുടങ്ങിയാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ വയറ്റത്തടിക്കുന്ന കാര്യം തന്നെയാണത്. അപ്പോൾ അതിൽ യാതൊരു ഇതുമില്ല. ഡിപ്പെൻസ്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകളും ഒരുപാട് റോളുകളും മാമിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. വി ഹാഡ് എ വെരി ഗുഡ് ടൈം. താങ്ക് യു സോ മച്ച്.